പാർട്ടി ആണെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തായിരിക്കും. അത് ആര് സ്ഥാനാർത്ഥിയായാലും, ഞാൻ സ്ഥാനാർത്ഥിയായാലും സഖാവ് ജി സുധാകരൻ സ്ഥാനാർത്ഥിയായാലും പാർട്ടി അണികൾ പാർട്ടിയുടെ പക്ഷത്തായിരിക്കും. തീർച്ചയായിട്ടും. ഒരു 15 ആള് പോലും ഈ അമ്പലപ്പുഴ ഏരിയയിൽ പാർട്ടിയിൽ നിന്ന് പോവില്ല. പണ്ട് VS-ന് ഒരു ഘട്ടത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച ഒരു സമയത്ത് ജി സുധാകരൻ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ എല്ലാ കാലവും എല്ലാവർക്കും മത്സരിക്കാൻ പറ്റില്ലല്ലോ, അതിപ്പോ സ്വയം തിരിഞ്ഞു ചോദിക്കുകയാണ്. എന്നോട് ചോദിക്കേണ്ടത് രാവിലെ അവിടെ ചോദിച്ച പോലായിരുന്നു ഈ ചോദ്യം. അപ്പൊ ഉത്തരം കിട്ടിയാ? ഈ 3 തവണ സിറ്റിംഗ് MLA-മാരായുള്ള ആളുകൾ ഇപ്പോഴും മത്സരിക്കുന്നുണ്ട്. അവർ കാശിക്ക് പോകാനാണോ മത്സരിക്കുന്നുള്ള മറു ചോദ്യം കൂടി ജി സുധാകരൻ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? തുടർച്ചയായി മത്സരിക്കുന്നവരെ കുറിച്ച് ഇപ്പോഴും പ്രായപരിധിക്ക് പുറത്ത് മത്സരിക്കുന്നവരുണ്ടല്ലോ. അതല്ല, ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയായത് ഞാൻ പാർട്ടിയുടെ അടുത്ത് പോയിട്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞിട്ടല്ല. ഞാൻ സ്ഥാനാർത്ഥിയാകുന്ന സമയത്ത് അമ്പലപ്പുഴ മണ്ഡലത്തിൽ സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ഥാനാർത്ഥിയാവുന്നത്. അത് കേരളത്തിൽ മൊത്തം 33 മണ്ഡലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മത്സരിപ്പിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പാർട്ടി നിശ്ചയിച്ചപ്പോൾ പകരം എന്റെ പേരാണ് നിശ്ചയിച്ചത്. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തോട് ഞാൻ പോയി സംസാരിക്കുകയാണ്, ഇലക്ഷൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ. കാരണം ആ സമയത്ത് നോർമലി അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നൊരു പൊതു ധാരണയാണ് നമുക്കുണ്ടായിരുന്നത്. ഞാൻ പോയി സംസാരിച്ചത് ചുവരെഴുതാൻ ആവശ്യമായ ഏർപ്പാടുണ്ടാക്കട്ടെ, അപ്പം അതിന് മുന്നേ പ്രാവശ്യം ചുവരെഴുതിയ ആൾക്കാരെ വിളിക്കട്ടെ എന്നാണ് ഞാൻ പോയി ചോദിക്കുന്നത്. അത് അദ്ദേഹത്തിന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ പറയും. ഇപ്പൊ പറയുമെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന് ചോദിച്ചാൽ മതി. അതാണ് എന്റെ നിലപാട്. അന്ന് അങ്ങനെയായിരുന്നു. അദ്ദേഹം കേരളത്തിൽ മൊത്തം 33 ആളുകൾ മാറിയ കൂട്ടത്തിൽ അദ്ദേഹം ഇവിടുന്ന് മാറി. പകരം ഞാനാണ് സ്ഥാനാർത്ഥിയാവും നല്ലതെന്ന് പാർട്ടി പൊതുവെ തീരുമാനിച്ചു. എന്നെ സ്ഥാനാർത്ഥിയാക്കി, ഞാൻ ജയിക്കുകയും ചെയ്തു. കേരളത്തിൽ 33 സീറ്റുകളിൽ 32 പേരും ജയിച്ചു. അങ്കമാലി സീറ്റ് ഒഴിച്ച് ബാക്കി മുഴുവൻ സീറ്റും ജയിച്ചു. അതാണ് കേരളത്തിലെ അനുഭവം. അതില് ഞാൻ എന്റെ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ജയിച്ചതിന് ശേഷം കൊണ്ട് പരാതി കൊടുത്തിട്ടില്ല. വോട്ടിംഗ് കഴിഞ്ഞ് കൗണ്ടിങ്ങിന് മുമ്പ് സ്വാഭാവികമായിട്ടും എന്റെ അനുഭവങ്ങൾ പാർട്ടിയോട് പറഞ്ഞു. അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ, വ്യക്തിപരമായി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ നമ്മൾ പാർട്ടിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കാര്യം തന്നെയാണ് ആ കാര്യം. അതിലൊന്നും എനിക്ക് യാതൊരു വ്യത്യാസവും കരുതിയില്ല. അതെന്തെല്ലാം ഉണ്ടായി എന്നുള്ള കാര്യം ഞാൻ ഒരാൾ കൊണ്ട് കൊടുത്തപ്പോൾ പാർട്ടിക്ക് തോന്നി എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തതിനകത്ത് താഴെ ഒപ്പിട്ട് തന്നതല്ല പാർട്ടി വിശദമായി അന്വേഷിച്ചു. ഇവിടുത്തെ പ്രവർത്തിച്ച മൊത്തം മണ്ഡല കമ്മിറ്റി മെമ്പർമാരുടെ അടുത്ത് വന്ന് പരിശോധിച്ചു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. പാർട്ടിക്കകത്ത് ഞാൻ പറഞ്ഞ കാര്യവും പറയേണ്ട കാര്യമില്ല. എനിക്ക് അന്നുണ്ടായ അനുഭവത്തിൽ എൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞിട്ടുമില്ല. എതിരെ ചെയ്ത കാര്യം എന്തെല്ലാമാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അതിന് തെളിവ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഈ നിമിഷവും എൻ്റെ കൈവശം ആ തെളിവുണ്ട്. പക്ഷെ ഞാൻ എതിരേതായി ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ മൊഴി കൊടുത്തിട്ടില്ല. അതെൻ്റെ ഒരു മാന്യതയാണ്. ആ മാന്യത ഞാൻ നിശ്ചയമായിട്ടും അന്ന് പാലിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇപ്പോഴും വേണമെങ്കിൽ എനിക്ക് മറ്റു പല കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഒരുപാടുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നില്ല, പറയാൻ തീരുമാനിച്ചിട്ടില്ല. പൊളിറ്റിക്കൽ ക്രിമിനലുകളായിട്ട് ചില ആളുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചു. അത് നിങ്ങൾ നോക്കേണ്ട കാര്യം, നിങ്ങളുടെ ചാനലുകളിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ താഴേക്ക് വരുന്ന കമന്റ് വായിച്ചു നോക്കണം. എന്നിട്ട് അതിനകത്ത് എത്ര പേർ അമ്പലപ്പുഴക്കാരുണ്ടെന്ന് നോക്കിയാൽ മതി. നിങ്ങൾ സെർച്ച്, നിങ്ങൾ എന്താ ഒരു ഗവേഷണ ത്വരയോടുകൂടി നിങ്ങൾ മാധ്യമ നടത്തി നോക്കിയോ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് FB-യിൽ ഇപ്പോൾ കമന്റ് ബോക്സ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, ക്ലോസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ താഴേക്ക് അല്ലേ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ചാനലിൽ താഴേക്ക് വരുന്ന കമന്റ് വായിച്ചിട്ട് അതിനകത്ത് എത്ര പേർ, അപ്പൊ ഇന്നിപ്പോ വരുന്നതിനകത്ത് കമന്റ് വായിച്ചു നോക്കില്ല, എത്ര അദ്ദേഹത്തിനെതിരെ വല്ലവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ആളുകൾ അമ്പലപ്പുഴക്കാരുണ്ടെന്ന് നിങ്ങൾ കമന്റ് എടുത്ത് നോക്കിയാൽ മതി. ഒരു LC അംഗം പുള്ളിയുടെ പിതാവിനെ അടക്കം പറഞ്ഞിട്ട് ഒരു നടപടി എടുത്തിട്ടില്ലെന്നുള്ള പറഞ്ഞൊരു വാചകം ഞങ്ങൾ വളരെ സീരിയസ് ആയി എടുത്തു. അയാൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. അയാൾ ലോക്കൽ കമ്മിറ്റി ഇപ്പോൾ ഇല്ല, നടപടി എടുത്തു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അത് നേരത്തെ താൽക്കാലിക ജോലി ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ അവിടെ നിന്ന് മാറ്റി പുറത്താക്കി. അത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. അദ്ദേഹത്തെ പാർട്ടി പൊതുവെ തീരുമാനിച്ച് പകരം ഞാൻ വരുമ്പോൾ, ഞാൻ അദ്ദേഹത്തിന് 2 പ്രാവശ്യം ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ ഞങ്ങളെല്ലാം ചത്ത് പണിയെടുക്കുക എന്ന് പറയുന്ന കാളെ പോലെ പണിയെടുക്കുന്ന ഞങ്ങളെല്ലാവരും ജയിപ്പിക്കാൻ.
ഒരു വ്യക്തി ഇപ്പോൾ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രഭാവം കൊണ്ട് ഞാൻ ജയിച്ചതാണോ? അല്ല. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാർ പണിയെടുത്ത് ജയിക്കുന്നതാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പ്രസ് മീറ്റിൽ പറയുന്നത് കേട്ടു 50,000 വോട്ട് ജയിച്ചതിനാണ്. അപ്പോൾ UDF മത്സരിക്കില്ലേ? നമ്മൾ വോട്ടിൻ്റെ കണക്കൊക്കെ കൂട്ടി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അദ്ദേഹം 2011 മത്സരിക്കുമ്പോൾ കിട്ടിയ വോട്ടിനേക്കാളും 2016 മത്സരിക്കുമ്പോൾ 650 വോട്ട് കുറയുകയാണ് ചെയ്തത്. ഈ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് ഭൂരിപക്ഷം വ്യത്യാസം വന്ന് കാണും. കിട്ടിയ വോട്ട് കണക്കെടുത്ത് നോക്കി നിങ്ങൾ. അദ്ദേഹത്തിന് 63,000 ചില്ലാൻ വോട്ട് കിട്ടി, എനിക്ക് 61,000 ചില്ലാൻ വോട്ട് കിട്ടി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നേക്കാൾ എത്രയോ വലിയ ആളാണ് അദ്ദേഹം. എത്രയോ പാരമ്പര്യമുണ്ട്. ഭരണപരമായി അദ്ദേഹം മന്ത്രിയായിരുന്നു, ദീർഘനാൾ MLA ആയിരുന്നു. പാർട്ടി പ്രവർത്തനത്തിൽ ധാരാളം അനുഭവ സമ്പത്തുണ്ട്. ഞാൻ വളരെ ജൂനിയറായി ആദ്യമായി മത്സരിക്കാൻ വന്ന ഒരാളാണ്. ഞാനും അദ്ദേഹം തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവേണ്ടി 2000 വോട്ടാണോ? എത്രയോ വ്യത്യാസം ഉണ്ടാകണം. പക്ഷേ അദ്ദേഹത്തിന് 63,069 വോട്ട് കിട്ടി, എനിക്ക് 61,325 വോട്ട് കിട്ടി. 2000 വോട്ടിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായുള്ളൂ. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ വോട്ടാണ് അമ്പലപ്പുഴയിൽ പ്രധാനം. പേഴ്സണൽ വോട്ടെന്ന് പറയുന്നത് നിശ്ചിത അളവേ ഉണ്ടാവുള്ളൂ. ഞാനാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അദ്ദേഹം പറയുന്നത് അതായത് ആലപ്പുഴ മണ്ഡലത്തിൽ വളരെ കുറഞ്ഞ ഭൂരിപക്ഷമാണ് PP ചിത്രരഞ്ജൻ ലഭിച്ചത്. അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ H സലാമിന് 16,000-ഓളം വോട്ടിന് ഭൂരിപക്ഷം കിട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കുറഞ്ഞ ഭൂരിപക്ഷം ഉള്ളിടത്ത് ചർച്ച നടന്നില്ല, അമ്പലപ്പുഴയെ കേന്ദ്രീകരിച്ച് തന്നെ ടാർഗറ്റ് ചെയ്തെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിന് ഞാൻ മറുപടിയായിട്ട് പറയേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജയിച്ചാലും തോറ്റാലും പരിശോധിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇലക്ഷനിൽ ജയിച്ചാലും തോറ്റാലും പരിശോധിക്കും. നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചു, അവിടെ ഒരു പാർട്ടി വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ ജയിച്ചല്ലോ വേണ്ട എന്ന് തീരുമാനിക്കില്ല. അന്നത്തെ സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിൽ വ്യക്തമായത് പറഞ്ഞിട്ടുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം ഉണ്ടായ തെറ്റും കുറ്റവും അതിനകത്ത് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അവസാനം തീരുമാനത്തിൻ്റെ ഭാഗം പറയുമ്പോൾ വ്യക്തമായി പറയുന്ന കാര്യം, സ്ഥാനാർത്ഥി ജയിച്ചു എന്ന പരിഗണന കൊണ്ടും ദീർഘനാൾ പാർട്ടിയെ സേവനം ചെയ്തു എന്ന കാരണം കൊണ്ടും അദ്ദേഹത്തിന് ദൈന്യ ശിക്ഷയെ കൊടുക്കുന്നുള്ളൂ എന്നാണ് പാർട്ടി തീരുമാനത്തിൽ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം. അതാണ്. അപ്പോൾ അതൊരു പരിഗണനയാണ്. ആ ശിക്ഷ തീരുമാനം പാർട്ടി കൈക്കൊള്ളുമ്പോൾ അങ്ങനെ ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട്.